ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ ഒരു ഐഡിയക്ക്. അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ കരുതി ഞാൻ വീഡിയോ എടുത്തതാണ്. സ്പൈസി ആയിട്ടുള്ള മസാല ബന്നാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ കാണും. അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ബെന്നിലുള്ള മാവ് റെഡിയാക്കാം. ഇത് 2 കപ്പ് മൈദയാണ്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് അരിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ഉപ്പും ചേർത്ത് നന്നായിട്ട് തരിച്ചെടുത്തിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. മൈദപ്പൊടി ഇവിടെ തരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മൈദയും ബേക്കിംഗ് പൗഡറും കൂടി. ഇനി ഇതിലേക്ക് നമ്മൾ കൂട്ടി വെച്ച പാലും ഈസ്റ്റും പഞ്ചസാരയും കൂടിയാണ്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇളക്കിയിട്ട് ഈ പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ചപ്പാത്തിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. പാല് വേണമെന്നില്ല, ചെറിയ ചൂടുവെള്ളത്തിലായാലും കലക്കിയെടുക്കാം, മാവ് റെഡിയാക്കാം. ഞാൻ പാൽ ഒഴിച്ചു എന്നുള്ളൂ. ചൂടുവെള്ളമായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഇതിന് നമുക്ക് കുഴക്കാൻ വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് യോജിപ്പിക്കുന്നുണ്ട്. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ വെച്ച് തന്നെ കുഴക്കണം, നന്നായിട്ട് കുഴച്ചെടുക്കണം. സ്പൂണ് കൊണ്ട് കുഴക്കരുത്. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ച് ഒരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോളിനെ നമുക്കിതിൽ വെച്ചിട്ട് അടച്ച് വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ബോളുമ്മേ ഒരല്പം ഓയിൽ തടവി കൊടുക്കുക. ഞാൻ സൺഫ്ലവറാണ് ഉപയോഗിച്ചത്. അത് ഇതുപോലെ ഒന്ന് തടവി കൊടുത്ത് നന്നായിട്ട് നല്ല ടൈറ്റുള്ളൊരു മൂടി വെച്ചിട്ട് മൂടി വെക്കുക. 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കി പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി വെക്കാം. നന്നായിട്ട് മാവ് പൊങ്ങി വരണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാവ് 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ്, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് 1 or 2 മണിക്കൂർ വെക്കാം. ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ച് ഒരു ഉരുളയാക്കാം. ബെന്നുണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ 2 പാർട്ടാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ 2 ഉരുളകളായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് ബെന്നിൻ്റെ ഉള്ളിലേക്ക് നിറക്കാനുള്ള കൂട്ട് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി, ഇത് ക്യാപ്സിക്കം, 3 കളറിലെ ക്യാപ്സിക്കമാണ്. അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരുന്നു വേണ്ട, ഒരു ഹാഫ് പാകത്തിന് വഴറ്റിയാൽ മതി. ഒരു ഹാഫ് വേഗമായിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇതെല്ലാം
ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക, പച്ചമണം മാറും വരെ. ഇപ്പോൾ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് ചെറുതായി മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത്. ഇത് ഉപ്പും മഞ്ഞളും മുളകും പൊടിയെല്ലാം ഇട്ട് വേവിച്ച് ചെല്ലില്ലാത്ത ബീഫാണ്. അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് ചിക്കൻ വേണമെങ്കിലും ചേർക്കട്ടോ, എന്ത് വേണമെങ്കിലും ചേർക്കാം. ചിക്കനോ മീനോ നമുക്ക് എന്താവശ്യം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ബീഫ് ചേർക്കാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ചേർക്കേണ്ടവർക്ക് ചിക്കൻ ചേർക്കാം. ഇപ്പോൾ നന്നായിട്ട് എല്ലാം യോജിപ്പിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം പരത്തിയ ബെന്നിലേക്ക് കൂട്ട് നിറച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി വിതറി നമുക്ക് ഈ മാവിനെ പരത്തിയെടുക്കാം. ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ള ഫില്ലിങ് നിറക്കാം. ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പത്തിരി പലക ഉണ്ടെങ്കിൽ അതിൽ പരത്തിയെടുക്കാം. ഞാൻ പത്തിരിയുടെ പലക വലിപ്പമില്ലാത്തതുകൊണ്ടാണ് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയെടുത്തത്. ഇതിലൊരു ബൗളെടുക്കുക. ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ച മാവിനെ ഇങ്ങനെ ഇറക്കി വെക്കുക. അങ്ങനൊരു കുഴിയായിട്ട് ഇറക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യുക. ഇതിനെ ഇങ്ങനെ നമ്മൾ 4 ഭാഗത്തുനിന്നും ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരു ബെന്നിൻ്റെ ആകൃതിയിലായിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മണിക്കൂർ ബെന്ന് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ മറ്റേ ഉരുളയും ഞാൻ പരത്തി വെക്കുന്നുണ്ട്. 2 ബെന്നിനെ നമുക്ക് 1 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ബെന്ന് കൂട്ടി വെച്ചതാണ്, 1 മണിക്കൂർ കഴിഞ്ഞതാണ്. ഇതിന് കുറച്ച് കട്ടി കുറവായതുകൊണ്ടൊന്ന് കട്ടില്ലാതായിട്ടൊന്ന് പുറത്തേക്ക് വന്നു. ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് അടിച്ചെടുത്താണിത്. ഇതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് കേക്ക് ബേക്ക് നിർബന്ധമൊന്നുമില്ല. ഇനി മുട്ട പറ്റാത്തവർക്കാണെങ്കിൽ പാല് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൽ ഞാൻ അങ്ങനെ നന്നായിട്ട് മുട്ട അടിച്ചത് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള സമയം എടുക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവനിലേക്ക് വെക്കുന്നുണ്ട്. ആദ്യം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനാണ്. അതിന് ഒരു 150 ഡിഗ്രിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു 25 മിനിറ്റ് ഇനിയും നമുക്ക് ബേക്ക് ചെയ്യാൻ സമയം വേണ്ടി വരും. ബെന്നിവിടെ ബേക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. ബെന്നിനെ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ 4 പീസാണ് ആക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മുറിച്ചെടുക്കാനും പറ്റും. സാവധാനം കട്ട് ചെയ്ത് 4 പീസാക്കിയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ് ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.
ഇൻഷാ അല്ലാ. താങ്ക് യു.